നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ചതായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകി. കൂടാതെ തിങ്കളാഴ്ച അമേരിക്കൻ മാർക്കറ്റ് അവധിയുമായതുകൊണ്ട് തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അതേസമയം വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇൻഡെക്സ് 1.30% ഇടിയുകയും വീക്കിലി ബേസിസിൽ 25,471 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്റപ്ഷൻ ഏതൊക്കെ സെക്ടറുകളെ ബാധിക്കുന്നു എന്നതിൻ്റെ ഇമ്പാക്റ്റ് ഫെബ്രുവരി 4 മുതൽ തന്നെ മാർക്കറ്റിൽ പ്രകടമായതാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണവും. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല പ്രകടമായിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ, പ്രത്യേകിച്ചും ഏഷ്യ, ചൈന തുടങ്ങിയ മാർക്കറ്റുകളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ വന്ന വിപ്ലവകരമായ മാറ്റം കൺവെൻഷണൽ IT കമ്പനികളുടെ ഔട്ട്സോഴ്സിംഗ് ബിസിനസ് മോഡലിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒട്ടുമിക്ക ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ വന്നു. ഇവിടെ IT സെക്ടർ മാത്രമല്ല, IT സെക്ടറുമായി അനുബന്ധപ്പെട്ട റിയാലിറ്റി, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമാണ്. IT, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളിൽ സ്ട്രക്ചറൽ മെൽറ്റ് ഡൗൺ വന്നതുകൊണ്ട് വരുന്ന ആഴ്ച സെക്ടർ റൊട്ടേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സെക്ടർ റൊട്ടേഷൻ വരികയാണെങ്കിൽ ബാങ്കിങ്, ഓട്ടോ, കൺസപ്ഷൻ ഡ്രിവൺ തുടങ്ങിയ സെക്ടറുകളിലായിരിക്കും നമ്മൾ അടുത്ത ആഴ്ച മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ടത്. ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാനപ്പെട്ട ഫാക്റ്റുകളെ കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് US ഫെഡ് മിനിറ്റ്സിൻ്റെ ഇമ്പാക്റ്റാണ്. US ഫെഡ് മിനിറ്റ്സ് ഫെബ്രുവരി 18 പുറത്തിറങ്ങുന്നത്. ഈ മിനിറ്റ്സിൽ പ്രധാനപ്പെട്ട US പോളിസി മീറ്റിംഗ് ഔട്ട്കവും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട സൂചനകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിച്ചേക്കും. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഒക്ടോബർ-ഡിസംബർ മാസത്തെ GDP ഡേറ്റയും ഫെബ്രുവരി 18 പുറത്തു വരും. ഈ GDP ഡേറ്റയും ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിച്ചേക്കും. ഫെബ്രുവരി 20 ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം പുറത്തു വരികയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മോണിറ്ററി പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള പല പോളിസികളുടെയും തീരുമാനവും ലിക്വിഡിറ്റി കണ്ടീഷൻസിനെക്കുറിച്ചും ഇൻഫ്ലേഷനെക്കുറിച്ചുള്ള RBIയുടെ വ്യൂസും ഒക്കെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയും IT സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കാരണം കഴിഞ്ഞ ആഴ്ച മാത്രം IT ഇൻഡെക്സ് 8% ഇടിയുകയും ഒട്ടുമിക്ക IT സെക്ടറിലെ സ്റ്റോക്കുകളും 10% കറക്റ്റ് ആവുകയും ചെയ്തു. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വന്നിരിക്കുന്ന വിപ്ലവകരമായ മാറ്റം IT സെക്ടറിനെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. അത് IT കമ്പനികളിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ചെലുത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത ആഴ്ചയും IT സെക്ടറിലെ സ്റ്റോക്കുകൾ. ഇതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും റേറ്റും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. കാരണം പ്രോഫിറ്റ് ബുക്കിങ്ങിനും ബൈ ഓൺ ഡിപ്പിനും ഇടയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഫേസാണ് ഗോൾഡ്, സിൽവർ റേറ്റുകളിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റിയും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം ഇന്ത്യ-US ട്രേഡ് ഡീല് ഏറെക്കുറെ ഫൈനലൈസ് ആയതിനു ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് ആരംഭിച്ചതായിരുന്നു. അതേസമയം ആന്ത്രോപ്പിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൽകിയ ഷോക്ക് മൂലം കഴിഞ്ഞ ആഴ്ച ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നെറ്റ് ബയറിൽ നിന്നും നെറ്റ് സെല്ലറിലേക്ക് മാറി. വെള്ളിയാഴ്ച മാത്രം FIS 7,395 കോടിയുടെ സെല്ലിംഗാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയും ഫെബ്രുവരി മാസത്തെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1,374 കോടി രൂപയുടെ നെറ്റ് സെല്ലറായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ IT സെക്ടർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ള ഔട്ട്ഫ്ലോയെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് FISൻ്റെ ബൈയിങ് സെല്ലിംഗ് ആക്ടിവിറ്റിയും അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 25,500 താഴെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് തന്നെയാണ് ഇനിയുള്ള പ്രധാന സപ്പോർട്ട്. അത് 25,300 25,300 എന്ന സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ 25,000 വരെ ഇടിയാൻ സാധ്യതയുണ്ട്. അടുത്ത ആഴ്ച 25,200 25,700 ഇടയിലുള്ള മൂവ്മെൻറ്റ് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള 24 രൂപ മാത്രം വിലയുള്ള ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഫിനോടെക്സ് കെമിക്കൽ ലിമിറ്റഡ്.
ഫിനോടെക്സ് കെമിക്കൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടിരുന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫിനോടെക്സ് കെമിക്കലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 8.23% വർദ്ധിച്ച് 27 കോടിയിൽ നിന്നും 30 കോടിയായി ഉയർന്നിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ റവന്യൂ 45% വർദ്ധിച്ച് 130 കോടിയിൽ നിന്നും 190 കോടിയായി മെച്ചപ്പെടുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 15.5% വർദ്ധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 30% വർദ്ധിച്ച് 145 കോടിയായി മാറുകയും ചെയ്തു. കമ്പനിയുടെ ROIC അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 26.8% രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ ഫിനോടെക്സ് കെമിക്കൽ എന്ന കമ്പനി US ബേസ്ഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചർ കമ്പനിയായ ക്രൂഡ് കെം എന്ന കമ്പനിയെ അക്വിസിഷൻ ചെയ്യുകയും ചെയ്തു. ഈ സ്ട്രാറ്റജിക് അക്വിസിഷൻ കമ്പനിയുടെ ഗ്ലോബൽ എക്സ്പാൻഷനെയും സ്ട്രെങ്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ക്രൂഡ് കെം എന്ന കമ്പനി US ബേസ്ഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. കമ്പനി പ്രധാനമായും ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഏകദേശം സബ്സ്ക്രിപ്ഷൻ ബേസിൽ 75%-ഓളം സ്റ്റേക്കാണ് ക്രൂഡ് കെം എന്ന കമ്പനിയുടെ സ്റ്റേക്കാണ് ഫിനോടെക്സ് കെമിക്കൽ എന്ന കമ്പനി അക്വയർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫിനോടെക്സ് കെമിക്കൽ എന്ന കമ്പനിയിൽ പ്രമുഖ ഏസ് ഇൻവെസ്റ്ററായ ആശിഷ് കച്ചോലിയയ്ക്ക് സ്റ്റേക്ക് ഹോൾഡിംഗുമുണ്ട്. ആശിഷ് കച്ചോലിയയ്ക്ക് ഏകദേശം 2.59%-ഓളം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. റീസെൻ്റ്ലി 2026 ജനുവരി 17 ആശിഷ് കച്ചോലിയ ഈ കമ്പനിയുടെ കുറച്ച് സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 24 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ടും ക്വാർട്ടർലി റിസൾട്ടിലും കൂടാതെ ബിസിനസ് അക്വിസിഷൻ പോയിന്റ് ഓഫ് വ്യൂവും കമ്പനി ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതുകൊണ്ടും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്.